ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പാദവാർഷിക പരീക്ഷയുടെ 5ാം ക്ലാസ്സിന്റെ ദുറൂസുൽ ഇഹ്സാനിലെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. യോജിച്ചത് ചേർക്കാനാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ. പക്ഷെ നമുക്ക് അവിടെ ഓപ്ഷനില് അതില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ജിന്നുകൾ എന്ന് എഴുതാം. അല്ലെങ്കിൽ അവിടെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിലാണ് മലക്കുകൾ എന്ന് നമുക്ക് അവിടെ എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഉത്തരം മനസ്സിലാക്കാം. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ. റിദ്ദ സംഭവിച്ചയാളാണ് മുർത്തദ്. ദുർമാർഗികളെ അനുകരിക്കരുത്. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കലാണ് ഉന്നത സ്ഥാനത്തെ ഇഖ്ലാസ്. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞവരാണ് ശൈത്താന്മാർ. അപ്പൊ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ ജിന്നുകളും, ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞവർ ശൈത്താന്മാരും. അടുത്തത് പൂർത്തിയാക്കി കൊടുക്കാനാണ്. 1. നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. 2. സഹൽ ഇബ്നു ഹൻളലിയ എന്നു പേരുള്ള ഒരു സഹാബി ഡമസ്കസിൽ ജീവിച്ചിരുന്നു. മുർത്തദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകളിലേക്ക് കൂടിയുള്ള പ്രവാചകരാണ്. അടുത്തത് അഹ്ലിസ് വദാഅൻ. ഇഖ്ലാസിന്റെ പാഠത്തിൽ വന്ന ബൈത്തില ജയന്തി മഖ്ദൂം പറയുന്നത് അഹ്ലിസ് വദാഅൻ ലാ തുരീദ ബിതോഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽഖില. അതോടെ 2 സ്ഥലത്ത് വിട്ടിട്ടുണ്ട്, പൂർത്തിയാക്കി കൊടുക്കാം. ഇനി ഉത്തരം എഴുതാനാണ്. പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ആര്? പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ഇബ്ലീസാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ഇബ്ലീസ് എന്ന്. മനുഷ്യരെ വഴി പിഴപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തവര് അവരാണ് പിശാച്. അവരിൽ ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ഇബ്ലീസ്. കുഫ്രിന്റെ ഇനങ്ങളിൽ ഏറ്റവും കുറ്റകരമായത് ഏത് എന്നാണ്? കുഫ്രിന്റെ ഇനത്തിൽ ഏറ്റവും കുറ്റകരമായത് റിദ്ദയാണ്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ച വേഷവിധാനം ഏത്? പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു തെറ്റ് സംഭവിച്ചാൽ നാം ഉടനെ എന്ത് ചെയ്യണം? ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ നല്ല ഒരു കാര്യം ചെയ്യണം, നല്ല ഒരു പ്രവൃത്തി ചെയ്യണം. ദാരിദ്ര്യം വരാതിരിക്കാൻ എല്ലാ ദിവസവും രാത്രി ഓതേണ്ട സൂറത്ത് ഏത്? രാത്രി ഓതേണ്ട സൂറത്ത് സൂറത്തുൽ വാഖിയ. ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. മനുഷ്യരെ പോലെ മത നിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. അത് ശരി. പുരുഷന് പട്ട്, സ്വർണം എന്നിവ ധരിക്കരുത്. അത് ശരിയാണ്. പുരുഷൻ പട്ട്, സ്വർണം എന്നിവ ധരിക്കരുത്. അടുത്തത് മുർത്തദായവൻ ഉടനെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമില്ല എന്നാണ്. എന്താണ്? മുർത്തദായവൻ ഉടനെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. അപ്പൊ അവിടെ തെറ്റടയപ്പെടുത്താം. നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി ആയിരിക്കണം. അത് ശരിയാണ്. അടുത്തതാ 2 വീതം എഴുതാനാണ്. രിദ്ദത്തിന്റെ കാരണങ്ങളിൽ നിന്ന് 2 എഴുതണം. എന്താണ്? അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകരെ നിഷേധിക്കുക. അങ്ങനെ നമുക്ക് 2 എഴുതാം. നമ്മളവിടെ പഠിച്ച വേറെയും കാര്യങ്ങളുണ്ട്. ഇഷ്ടമുള്ള 2 എഴുതിയാൽ മതി. ഇനി വേഷവിധാനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വൃത്തിയുള്ളതാവണം, വസ്ത്രം ഔറത്ത് മറയുന്നതാവണം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള 2 എഴുതാം. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങള് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കല്, അള്ളാഹുവിൽ നിന്ന് ഇൽമി ലഭിക്കല്. അങ്ങനെ 2 എഴുതാം. നമ്മളവിടെ 8 കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് 2 എഴുതാം. അടുത്തത് ജിന്നുകളുടെ സവിശേഷതകളിൽ നിന്ന് 2 എഴുതണം. ജിന്നുകൾ അവർക്ക് നമ്മെ കാണാൻ കഴിയും, നമുക്കവരെ കാണാൻ കഴിയില്ല. അവർ വിവാഹം ചെയ്യാറുണ്ട്, അവർ ഭക്ഷണം കഴിക്കും. തീ കൊണ്ടാണ് അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചത്. അങ്ങനെ 2 എഴുതി കൊടുക്കാം. ഇനി വ്യക്തമാക്കാനാണ്. എന്താണ് റിദ്ദ? പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദ എന്ന് പറയുന്നത്. അടുത്ത തഖ്വ എന്നാൽ എന്താണ് തഖ്വ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. ഇഖ്ലാസ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അള്ളാഹുവിന്റെ പ്രീതി മാത്രം
ഉദ്ദേശിച്ച് ആരാധന ചെയ്യലാണ് ഇഖ്ലാസ്. മൂന്നാം സ്ഥാനത്തുള്ള ഇഖ്ലാസ് ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യലാണ് മൂന്നാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്. ഇനി ക്രമത്തിലാക്കലാണ്. അവിടെ നമ്മൾ തഖ്വ എന്ന പാഠത്തിൽ പഠിച്ച 2 ലൈന് ബൈത്തുണ്ട്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി ഷൈഇൻ ഷഹാദത്തിൻ വത്തിബാഉ അഹ്വർ റഅസു ശരി ഹബാഇല എന്ന്. അതാണ് അവിടെ ഓടോ തെറ്റിച്ചത്. അത് നമുക്ക് എഴുതാൻ കഴിയണം, പഠിക്കട്ടോ. ഇനി പൂരിപ്പിച്ച ആശയ എഴുതാന്. ഇന്ന ശൈത്താന ഡാഷ് മുബീൻ. എന്താണ്? പൂർത്തിയാക്കി കൊടുക്കാം ആദ്യം. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. ഇനി അതിന്റെ ആശയം താഴെ എഴുതണം. എന്താണ്? നിശ്ചയം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. നിശ്ചയം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അടുത്തത് വമാ ഖലഖ്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ആ പാഠഭാഗത്ത് തന്നെ ഒന്നും കൂടെ പഠിക്കുന്നുണ്ട്. എന്താണ്? ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റ ദമ്മി. മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന്. അതും ഇതുപോലെ വരാം. ഇനിയാ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധന കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരാധന കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിക്കലല്ലാതെ ലക്ഷ്യമാക്കലല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത്. അതുപോലെ ഓരോ പാഠത്തിലെയും അറബി ആശയുണ്ട്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. നിശ്ചയം അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. ഇത്രയും കാര്യങ്ങളൊക്കെ ദുറൂസ് പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചോദ്യപേപ്പറിൽ പറഞ്ഞത് അതുപോലെ വരുന്ന കാര്യങ്ങളൊക്കെ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാം. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.